ക്രോണി ക്യാപിറ്റലിസം എന്ന വാക്ക് ഉപയോഗിച്ചു. എത്ര കാലമായി ക്രോണി ക്യാപിറ്റലിസം എന്നുള്ള വാക്ക് ഇന്ത്യയിലെ ആളുകൾ ഉപയോഗിക്കുന്നു? ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിച്ചിട്ടില്ലേ? രാജു അബ്രഹാമിനോ അല്ലെങ്കിൽ ഇവർക്ക് അറിയാലോ എത്ര കാലമായി ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നു. അത് പുതിയ വേർഡൊന്നുമല്ല. അപ്പൊ ക്രോണി ക്യാപിറ്റലിസം മാത്രമല്ല, ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഭരണകൂടം പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഭരണകൂടവും ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പഴയ ഇതിലേക്ക് പോകുന്നു. ഭരണകൂടം പരാജയപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിൽ 1, 2, 3 ഓരോന്നായിട്ട് ഫെയിൽ ആവുക. അതിൽ അവസാനത്തെ ഫെയിലിയറാണ് ജുഡീഷ്യറി. അവിടെയാണ് അതിലെ പ്രശ്നം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫെയിലിയർ ആവുന്നു. നീറ്റായിട്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മന്ത്രിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നീറ്റ് തകർന്നിട്ട്? എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തു? എന്ത് തമാശയായിട്ടാണ് പറയണേ, അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു. അതാരൊക്കെ പിടിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല. 22 ലക്ഷം കുട്ടികൾ ജൻസികളാണ് അതിൽ തലകറങ്ങി വീണത് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ആകെയുള്ള ഒരു ഹോപ്പാണ് ഈ നീറ്റ്. ഇതങ്ങ് ജയിച്ച് എങ്ങനെയെങ്കിലും ഒരു കിട്ടുക എന്നുള്ളത്. അത് തകർന്നടിഞ്ഞു പോയിട്ട് എന്ത് പ്രശ്നമുണ്ട് ഭരണകൂടത്തിന്? ആര് ചോദിച്ചു? ഈ സുപ്രീം കോടതി ഇവരോട് പാറ്റാന്ന് പറഞ്ഞ സുപ്രീം കോടതിക്ക് ഈ നീറ്റിന്റെ കാര്യത്തിൽ പറയേണ്ട എന്താ? ആ പറഞ്ഞ ആളെ അയാൾ പിന്നെ അധികാരത്തിൽ എവിടെ ഇരിക്കാമോ? ആ മന്ത്രി എവിടെ ഇരിക്കാമോ? ആ സർക്കാർ എവിടെ ഇരിക്കാമോ? ഇവർ ചോദിച്ചില്ല, പിന്നെ ആര് ചോദിക്കും അത്? അതുകൊണ്ട് നേരത്തെ ആൻ പറഞ്ഞതുപോലെ വോട്ടവകാശത്തെക്കുറിച്ച്, ക്രോണി ക്യാപിറ്റലിസത്തെക്കുറിച്ച്, ഭരണകൂടത്തെക്കുറിച്ച്, ഇപ്പൊ മീഡിയയെക്കുറിച്ച് പറഞ്ഞു. മീഡിയ ആരുടെ മീഡിയയാണ് ഇവിടെ? നാഷണൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? നമുക്ക് 1, 2, 3, 4 എണ്ണാം. 25-30 മീഡിയ അംബാനി അദാനി നിയന്ത്രിക്കുന്നല്ലേ? 33 ആ മീഡിയ നിയന്ത്രിക്കുന്നതല്ലേ? അപ്പൊ പ്രശ്നം എന്താ? പ്രശ്നം ഒരു സിസ്റ്റം ഞങ്ങളോട് അങ്ങേയറ്റം അന്യവൽക്കരിക്കപ്പെടുന്നു. അലീനിയേഷനാണ്. ആ അലീനിയേഷനെതിരെയുള്ള പോയിന്റാണ്. ഇനി ഒരു കാര്യം കൂടി, ഇവർ നാളെ രാഷ്ട്രീയ പാർട്ടി ആവുമോ, ഇവർ ഇലക്ഷൻ ജയിക്കുമോ, നാളെ എത്ര സീറ്റ് കിട്ടും എന്ന കണക്കിലേക്ക് അല്ല പോണ്ടത്. ഒരു രാഷ്ട്രീയവും അവസാനം തെരഞ്ഞെടുപ്പിൽ മാത്രം എത്തുന്നതല്ല. മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം മറ്റു പാർട്ടികൾക്കും അത് അവരിൽ മാറ്റം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.